സാക്ഷാൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രതിപുരുഷനായ തന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയുമ്പോൾ അല്ലെങ്കിൽ സംശയം തോന്നുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? ഈ കൊള്ളയുടെ ഒരു മുഴുവൻ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാനായിട്ടുണ്ടാവില്ല. പക്ഷേ ലെവലേശം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാവില്ല. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. 2025 കേരള ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 ശബരിമല തന്ത്രി എങ്ങനെ മുൻകൂട്ടി കാണും? അതായത് 2019 ജൂലൈ 19, 20 നടന്ന സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി അടക്കം തിരിച്ചറിയുന്നത്, അതായത് ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇത് അറിയാൻ ബാധ്യസ്ഥപ്പെടുമായ ഇതിൻ്റെ മേൽ സൂപ്പർവിഷനുള്ള കേരള ഹൈക്കോടതി തിരിച്ചറിയുന്നത് 2025 നമുക്കെല്ലാം അറിയുന്നത് പോലെ. അപ്പോൾ 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 തന്ത്രി എങ്ങനെ മുൻകൂട്ടി കാണും? 1. 2, തന്ത്രിയുടെ മുമ്പിൽ വെച്ച് ദേവസ്വം ബോർഡല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത്? തന്ത്രി എന്തിനാ സംശയിക്കുന്നത്? ഇനിയും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തൂക്കം കുറഞ്ഞോ ഇല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കാൻ തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? അതായത് ഇപ്പം പല ആൾക്കാരും പറയുന്ന ഒരു നറേറ്റീവ്, ശബരിമലയിൽ തന്ത്രി അറിയാതെ ഇല എന്നെങ്കില്ല എന്നുള്ളതൊക്കെയാണ്. ചുമ്മാ പറയുന്നതാണ്. തന്ത്രിക്ക് ഈ തന്ത്രിക്കെന്നല്ല, എല്ലാ തന്ത്രിമാർക്കും ആചാര കാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിലേ ഉത്തരവാദിത്തമുള്ളൂ. അത് കോടതി വിധിയിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് പെട്ടെന്നൊരു സാധാരണ ഉദാഹരണത്തിൽ പറയാം. തന്ത്രിക്ക് ഇന്ന പൂവ് മേടിക്കണമെന്ന് തീർച്ചയായിട്ടും പറയാം. പക്ഷേ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. പക്ഷേ രാഹുൽ, ഈ സ്വർണ്ണപ്പാളികളൊക്കെ ഉണ്ടല്ലോ, അത് ഒരിക്കലൊന്നുമല്ല, പല തവണയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അറിയും? അതായത് രാജീവർക്ക് എങ്ങനെ അറിയില്ലേ ഇത്രയും പ്രാവശ്യം സ്വർണം പൂശേണ്ടതുണ്ടോ? കാലാകാലങ്ങളായി അവിടുത്തെ ഘടന അറിയുന്ന ആളല്ലേ? കൃത്യമായി പറയാം. അതായത് ഈ അടുത്ത കാലത്ത് അടിക്കടി ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം, അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാവില്ല. കൃത്യമായ കോടതിയുടെ വാക്കുകൾ പറയാം. തന്ത്രിക്ക് താന്ത്രിക കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത്. ശബരിമലയിൽ നടന്നത് റിപ്പയർ വർക്ക് ആൻഡ് മെയിൻ്റനൻസ് വർക്കാണ്. ഇതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. ഇത് ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം പറയാം. ദേവസ്വം മാനുവൽ പ്രകാരം ശബരിമല എന്നൊരു കാര്യം എടുത്തുകൊണ്ട് പോകരുത്, അല്ലെങ്കിൽ വൈകിട്ട് അവിടെ വെച്ച് പണിയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അതായത് തന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക് റിപ്പയർ, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എല്ലാ അമ്പലങ്ങളിലും, ഈ അമ്പലങ്ങളിൽ മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും നമുക്ക് 2 കൈ ഉള്ളതുപോലെ അമ്പലത്തിന് 2 കൈയുണ്ട്. ഒരു കൈ ആചാരപരമാണ്, ഒരു കൈ അഡ്മിനിസ്ട്രേഷനാണ്. ഈ ആചാര കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയാണ്. ഇപ്പോൾ യുവതികൾ വേണോ വേണ്ടയോ ഇതൊക്കെ തന്ത്രിയുടെ റൈറ്റാണ്. എന്നാൽ നേരെ തിരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, റിപ്പയർ, മെയിൻ്റനൻസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിനാണ് പരമാധികാരവും ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദേവസ്വം ബോർഡ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് കാണണം, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, വിധി വന്നോട്ടെ. പക്ഷേ അതിന് തന്ത്രിയെ കുടുക്കുകയും കൂടെ ചെയ്തു.